നിൽക്ക്. അവിടെ നിന്നാ മതി. ഇതൊരു വീടാ. ഒരു കുടുംബം ജീവിച്ചു പോകുന്നുണ്ട് ഇവിടെ. ഓരോരുത്തരും തോന്നിയതുപോലെ ഓരോന്ന് ചെയ്തു കൂട്ടാന്ന് വെച്ചാ പലരോടും മറുപടി പറയേണ്ടി വരുന്നത് എനിക്കാ. ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും. അതിനിപ്പോ ഞാൻ എത്രയോ നാളുകൾ ഒരു വിവരവുമില്ലാതെ എവിടെയാന്ന് പോലും അറിയിക്കാതെ പോയിട്ട് ഒരു നട്ടപ്പാതിരക്ക് ഇങ്ങനെ കയറി വന്നാൽ എന്താ അതിനർത്ഥം? രാത്രിയാണെന്നൊരു ബോധവും കഥയും ഇല്ലാതെ അലഞ്ഞിട്ട് പോയി വല്ല ആപത്തിലും ചെന്നുപെട്ടാൽ എന്ത് ചെയ്യും? ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും? ആരോട് ചെന്ന് ചോദിക്കും? ആദ്യം അതിനൊരു മറുപടി പറയും, എന്നിട്ട് മതി വീട്ടിനകത്തേക്ക് കയറുന്നത്. അത് പിന്നെ വിസ്മയ വന്ന് കേറിയതല്ലേ ഉള്ളൂ. നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. ഒന്നും കഴിച്ചിട്ടും ഉണ്ടാവില്ല. ആദ്യം പോയി വല്ലതും കഴിച്ചിട്ട് അവളൊന്ന് കിടക്കട്ടെ. നിങ്ങൾക്ക് നാളെ സംസാരിക്കാം. വിസ്മയ വാ. രോഹിണി, നീ ഇതിൽ ഇടപെടണ്ട. അങ്ങോട്ട് മാറി നിൽക്ക്. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? നീ കണ്ടിട്ടില്ല ഞാൻ എന്റെ പെങ്ങന്മാരെ എങ്ങനെയാ വളർത്തിയതെന്ന്. കൂട്ടത്തിൽ എന്റെ ലാളന ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഇവളാ. MBBS ചേർന്നപ്പോഴും ക്ലാസ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് വല്ലയിടത്തേക്കും പോകേണ്ടി വന്നാ എന്നെ വിളിച്ച് അനുവാദം ചോദിക്കാതെ പോവാറില്ലായിരുന്നു ഇവൾ. എന്നിട്ടാ ഇപ്പൊ ഇങ്ങനെ. എത്ര നാളുകളായി ഇവളെ എന്നൊന്ന് വിളിച്ചിട്ട്. ആശുപത്രിയിൽ തിരിച്ചറിവില്ലാതെ പാതിചത്ത് കിടക്കുമ്പോഴത്തെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? ഏട്ടൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ പോലും ഒന്ന് വിളിച്ചോ ഇവള്? ഇല്ലല്ലോ. ഇവൾ ആള് മാറിപ്പോയി. മറ്റാരോ ആണ് ഇവളിപ്പോ. അങ്ങനെയൊന്നും വിചാരിക്കല്ലേ വിനയേട്ടാ. വിസ്മയ ഒട്ടും മാറിയിട്ടൊന്നുമില്ല. ജോലി തിരക്കുകൾക്കിടയിൽ വരാനൊന്നും സാധിക്കുന്നില്ലായിരിക്കും. പക്ഷെ വിനയേട്ടന്റെ ചികിത്സയെപ്പറ്റിയും ആരോഗ്യത്തെപ്പറ്റിയൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവള്. ആശുപത്രിയിൽ കിടക്കുമ്പോഴും അതെ, തിരിച്ചു വന്നപ്പോഴും അതെ. എന്തിനാ കൂടുതൽ പറയുന്നേ? ഹോസ്പിറ്റലിലെ സർജറിക്ക് കാശ് കണ്ടെത്തിയത് പോലും വിസ്മയ. വിനയേട്ടൻ ഓർമ്മിക്കാത്തതുകൊണ്ടാ. എന്നാലും പക്ഷെ ഇവള് വിളിച്ചൊന്നും ഒരിക്കൽ പോലും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഞാനത് തിരക്കിനിടയിൽ മറന്നുപോയതാ. വിനയേട്ടൻ ഒന്ന് ക്ഷമിക്ക്. ഈശ്വര, എന്താ ഈ കാണുന്നേ? എന്റെ കുട്ടി വന്നോ? എന്റെ മോളെ, ഞങ്ങളുടെ മനസ്സ് നൊന്ത പ്രാർത്ഥന ഭഗവാൻ കേട്ടല്ലോ. ഒന്ന് വരാൻ തോന്നിയല്ലോ നിനക്ക്. രണ്ടുപേരും അവിടെ നിന്നേ. പൊന്നുമോളെ വരവേൽക്കുന്നതും കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ പിന്നെ. ഞാനേ ഇവളുടെ ചേട്ടനാ. ആദ്യം എനിക്ക് ഇവളോട് ചിലത് ചോദിക്കാനുണ്ട്. നീ ഏത് സ്ഥലത്താ താമസിക്കുന്നത്? നീ ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്? നിനക്ക് എത്രയാണ് ശമ്പളം? ഇതൊക്കെ വ്യക്തമായിട്ട് നീ ഇപ്പൊ തന്നെ പറയണം. എന്നിട്ട് വേണം നിനക്ക് ജോലി തന്നവരോട് എനിക്കൊന്ന് സംസാരിക്കാനും നേരിട്ട് കാണാനും. എന്റെ വിനയേട്ട ഒന്ന് മതിയാക്ക്. ചോദ്യവും പറച്ചിലൊക്കെ ഇനി നാളെ. എന്തുമാത്രം യാത്ര ചെയ്തും എന്ത് കഷ്ടപ്പെട്ട് അവള് വന്നിരിക്കുന്നെ. അപ്പൊ ഇങ്ങനെയൊന്നും പറയുന്നതും കാണിക്കുന്നൊന്നും മര്യാദയല്ല. മുത്തശ്ശി തന്നെ ഏട്ടനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേ. വിനയ, നീ പോയി കിടക്കാൻ നോക്ക്. ഇനി ഒരു വാക്കുപോലും പറഞ്ഞ് എന്റെ മോളെ പ്രയാസപ്പെടുത്തരുത്. എന്ത് സംസാരോ ഇനി നാളെ നേരം എടുത്തിട്ട് മതി. എന്റെ കുഞ്ഞെ, മുത്തശ്ശിക്ക് എന്തൊക്കെ മിണ്ടാനും പറയാനുണ്ടെന്ന് അറിയോ? നീ വന്നേ അകത്തേക്ക്.
വേഗം പോയി കുളിച്ച് ഡ്രസ്സ് മാറി വാ. അപ്പോഴേക്കും അമ്മ കഴിക്കാൻ എടുത്തു വെക്കാം. ഇനി താ ചേച്ചി, ഞാൻ എടുത്തോളാം. വാ വാ മോളെ വാ വാ.